നമസ്കാരം. ഈ അവസാനത്തെ അടവ് പൂഴിക്കടകൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏകദേശം ആ അടവൊക്കെ പ്രയോഗിക്കാനുള്ള വളരെ സാധ്യതയുണ്ട്. കാരണം ഈ സന്ദർഭത്തിൽ UDF ക്യാമ്പിങ്ങിനെ വളരെ ആഹ്ലാദത്തിൽ മന്ത്രിസഭയും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വളരെ ഊർജ്ജസ്വലതയോടുകൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും കൂടെ പല അടിവലിവുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിലൊക്കെ വളരെ കൃത്രിമ പരിപാടികൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇവിടെ പൊതുസമൂഹം UDFന് വളരെ അനുകൂലമാണെങ്കിൽ പോലും കൂടെ ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇന്നും ഈ തോറ്റു നിൽക്കുന്ന പാർട്ടിക്കാരുടെ കൈകളിലാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരാണെങ്കിൽ പോലും കൂടെ ഇവിടുത്തെ BJP മുന്നണിയാണല്ലോ ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം UDF ക്യാമ്പിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂട സ്ഥിരാകേന്ദ്രമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു കാര്യം ഒന്നും കൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാമെന്ന് കരുതിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ ഈ തിങ്കളാഴ്ച 4-ാം തീയതി വോട്ട് എണ്ണി തുടങ്ങുന്നത് വരെയും വളരെ ജാഗ്രതയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് ഈ 2-3 ദിവസങ്ങൾ അത് UDF ക്യാമ്പ് ആ കാര്യം മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ച് UDF ക്യാമ്പ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ പറയുന്നത്. പൊതുസമൂഹത്തിൻ്റെ, അതായത് നീതിബോധമുള്ള പൊതുസമൂഹം അതിശക്തമായിട്ട് വളരെയധികം ജാഗ്രതയോടുകൂടി നോക്കി കാണേണ്ട ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. UDFനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അല്ല പറഞ്ഞത്. പക്ഷേ UDF അതിനകത്ത് വളരെയധികം ഏറ്റവും കൂടുതലായിട്ട് ജാഗ്രത കാണേണ്ടത് കൂടി ഉണ്ട് എന്ന് UDF ക്യാമ്പിനെ കൂടെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഇനിയിപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അടുത്ത മന്ത്രിസഭയെ പറ്റിയുള്ള ഒരു ചർച്ച വളരെ ഗൗരവമായിട്ട് പൊതുസമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആരും മുഖ്യമന്ത്രിയാകണം, UDF അധികാരത്തിലേക്ക് വരും എന്ന് ഏകദേശം എല്ലാ രീതിയിലും ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുഖ്യമന്ത്രി കസേരയ്ക്കും മറ്റു മന്ത്രിമാരുടെ കസേരയ്ക്കും വേണ്ടിയിട്ടുള്ള പിടിച്ചുവലിയും അതുപോലെ തന്നെ ഓരോരോ ഫോക്കസ്, അതായത് അവർക്കിഷ്ടമുള്ള നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് PR വർക്കുകൾ നടത്തുമ്പോൾ അത്തരം കാര്യങ്ങൾ, പല രീതിയിലുള്ള ഇടപെടലുകൾ ഇതൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആരെയും അങ്ങനെ എടുത്ത് പറയുന്നൊന്നുമില്ല. പക്ഷേ ഒരു പൊതു സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകുന്നത്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്നത്, VD സതീശൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്നത്, പിന്നെ മറ്റു മന്ത്രിമാരും മറ്റു വകുപ്പുകൾ UDFൻ്റേതായ നേതാക്കന്മാരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, UDFൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യൂത്ത് വിങ് ആണ്. ആ യൂത്ത് വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നേരത്തെയൊക്കെ CPMൻ്റെ ഏറ്റവും വലിയ ശക്തി DYFI യൂത്ത് വിങ് എന്ന് പറയുന്നത് പോലെ ഈ പ്രാവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് വിങ്ങിനേക്കാൾ ഉപരി നേതൃനിരയായിരുന്നു എപ്പോഴും ശക്തമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യൂത്ത് വിങ് തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് തന്നെ കാണേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് വരുന്ന സർക്കാരിലേക്ക്, അതായത് മാത്യു കുഴൽനാടനെ പോലുള്ള നേതാക്കന്മാർ, മാത്യു കുഴൽനാടൻ, PC വിഷ്ണുനാഥ്, അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഷാഫി പറമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ സ്റ്റാർ ക്യാമ്പയിൻ എന്ന് തന്നെ പറയാമായിരുന്നു. അതുപോലെ ആരും തന്നെ ഇതിനു മുൻപ് വിലയിരുത്തിയിട്ടില്ലാത്ത ഒരു വനിതാ യുവ നേതാവ് ശ്രീമതി ശ്രീനാദേവി കുഞ്ഞമ്മ. എല്ലാവരും വളരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വനിതാ നേതാവാണ് പത്തനംതിട്ട ജില്ലാക്കാരിയായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ. ഇനി ഇതിനേക്കാളെല്ലാം ഉപരി എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമുണ്ട്. പൊതുവെ അത് UDFന് എല്ലാവരും അംഗീകരിക്കുമെങ്കിൽ പോലും കൂടെ നേതൃനിര അധികം ആഗ്രഹിക്കില്ലാത്തൊരു നേതാവാണ്. അത് മറ്റാരുമല്ല, രാഹുൽ മാക്കൂട്ടമാണ്. കാരണം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ അവസാന ലാപ്പ്, ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ അവസാന ലാപ്പിൽ രാഹുൽ മാക്കൂട്ടം പബ്ലിക്കിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ പോലും കൂടെ സോഷ്യൽ മീഡിയ വഴി രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള മലയാളികളിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും ബഹുമാനവും പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭം കൂടിയാണ്
രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു ഇടപെടൽ. അതുകൊണ്ട് തന്നെയാണ് മറ്റ് നേതാക്കന്മാരെല്ലാം പുറകോട്ട് പോയത്. അതായത് മുഖ്യമന്ത്രിയാണെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനാണെങ്കിലും അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണെങ്കിലും മറ്റ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ BJPയുടെ നേതാക്കളായിക്കോട്ടെ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിക്കോട്ടെ, ആരും ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഇടപെടലിൽ കിട്ടുന്ന ആ ഒരു അംഗീകാരത്തിൻ്റെ 10-1 പോലും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും മെല്ലെ പുറകോട്ട് മാറുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അധികം ഇടപെട്ട് നാണക്കേടുണ്ടാക്കി വെക്കണ്ട എന്ന് തോന്നിയത് കൊണ്ട് തന്ത്രപരമായിട്ട് പിന്മാറി എന്ന് തന്നെയാണ് പറയേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടം ഈ ഇലക്ഷൻ്റെ ആ അവസാന ലാപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ഇടപെട്ട, അതായത് ഷാഫി പറമ്പിൽ പൊതുമണ്ഡലത്തിൽ ഓപ്പണായിട്ട് ഇറങ്ങിയെന്ന് പ്രവർത്തിച്ച ആ ഒരു പ്രവൃത്തിയേക്കാളും ഒരു പടി മുന്നിലായിരുന്നു ശരി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇടപെടൽ എന്നുള്ളത് കൂടി ഇവിടെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള UDF ഭരണത്തിൽ ഈ ഇത്തരം വ്യക്തിത്വങ്ങളിലെ നിറസാന്നിധ്യം അതിപ്പം മന്ത്രിയാക്കിയോ അല്ലെങ്കിൽ വലിയ ഔദ്യോഗിക സ്ഥാനം കൊടുത്തുകൊണ്ടോ ഒന്നും വേണമെന്നൊന്നുമില്ല. പക്ഷേ അവരുടെയൊക്കെ ശക്തമായൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാതെ ഇപ്പോഴത്തെ നടക്കുന്ന ഇവിടുത്തെ PR വർക്കിൻ്റെ ഒരു മേൽക്കോയ്മ വെച്ചുകൊണ്ട് ടീം UDFൻ്റെ ലീഡറായിട്ട് നടന്നത് ഞാനാണ് എന്നുള്ള രീതിയിലുള്ള വി.ഡി. സതീശൻ്റെ ആ ഒരു തന്നിഷ്ട മനോഭാവത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ അത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പിണറായി വിജയൻ ടീം പോലെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു B ടീമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളത് മാത്രമാണ് വാസ്തവം. എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതോടുകൂടി UDF ക്യാമ്പ് വളരെ ആഹ്ലാദത്തിൽ തന്നെയാണ്. നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് അതിശക്തമായിട്ട് UDF അധികാരത്തിലേക്ക് തിരികെ വരണം എന്നാഗ്രഹിച്ച് നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നതിൻ്റെ ഒരു ഫലപ്രാപ്തിയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ പോലും ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ പോലും നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥ ഫലം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അത് 4-ാം തീയതിയാണ്. ശരിക്കും പറഞ്ഞാൽ വോട്ടെണ്ണി കൃത്യമായിട്ട് ആരൊക്കെയാണ് ജയിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു സന്ദർഭമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിണറായിസ്റ്റുകളും അതുപോലെ തന്നെ BJP മുന്നണിയും എപ്പോഴും ശക്തമായൊരു വെല്ലുവിളി ആയിരിക്കും എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ UDFൻ്റെ എല്ലാ വിഭാഗവും, UDFനെ സ്നേഹിക്കുന്നവരും UDFൻ്റെ എല്ലാ വിഭാഗവും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഈ ഒരു ഫോർമുല തന്നെയാണ് ഏറ്റവും യോജിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ടും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നുകൊണ്ടും വി.ഡി. സതീശൻ ധനകാര്യമന്ത്രിയായിരുന്നുകൊണ്ടും മറ്റ് അനുബന്ധപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ ആയിരുന്നുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ യുവ നേതൃനിരയിലെ അതിശക്തമായ സാന്നിധ്യമായിട്ട് മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിൽ, രാഹുൽ മാക്കൂട്ടം, ശ്രീനാദേവി കുഞ്ഞമ്മ ഇതുപോലെയൊക്കെ ഉള്ളവരുടെ ശക്തമായ സാന്നിധ്യം കൂടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സപ്പോർട്ടോട് കൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ പൊതുസമൂഹം ആഗ്രഹിച്ച രീതിയിലുള്ള UDF ഭരണം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.